വിദൂരം. നിലമ്പൂരിൽ ആർ വോട്ട് ചെയ്യണമെന്ന് പോലും പറയാൻ പാടില്ല. കെ സച്ചിദാനന്ദൻ, മലയാളത്തിന്റെ അഭിമാനമായ എഴുത്തുകാരൻ, ഭാരതാംബേദിന്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലാതെ പോയല്ലോ എന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ വിലപിച്ച സച്ചിദാനന്ദൻ, ജനുവരി 1 രക്തം കാശ്മീരുടെ മരണത്തെക്കുറിച്ച് അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ ആകമാനം അക്ഷരങ്ങൾ കൊണ്ട് അനുഭവങ്ങൾ കോറിയിട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, ആ സച്ചിദാനന്ദൻ മാഷെ കുറിച്ച് ഇനി പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ വിവരം കെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? നിലമ്പൂർ ആയിഷയെ സഖാവ് എം സ്വരാജ് എന്ന മലയാളിയുടെ അഭിമാനമായിട്ടുള്ള കേവല രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറത്ത് സംസ്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തിക്കണമെന്നുള്ളതിന്റെ പാഠപുസ്തകമായി ജീവിച്ചിരിക്കുന്ന കാലത്തെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രിയങ്കരനായ ഒരു പൊതുപ്രവർത്തകനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ നിലമ്പൂർ ആയിഷയെ പോലെ മലയാളത്തിന്റെ അബ്രപാളികളിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ, ഒരമ്മയെ, ആ തള്ളച്ചി നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടത്തുന്ന സൈബർ ആക്രമണം, അഹമ്മദാബാദിൽ വിമാനാപകടം നടന്നപ്പോ അതിൽ മരണപ്പെട്ട പ്രിയപ്പെട്ടവരെ കുറിച്ചോർത്ത് നാം എല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോ മലയാളിയായൊരു സ്ത്രീയെ കുറിച്ച് ഇപ്പോഴും വേദന വിട്ടുമാറാത്ത ഒരാളെ കുറിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മലയാളിക്ക് നിരക്കാത്ത വിധത്തിലൊരു സ്ത്രീയെ കുറിച്ച് പരാമർശം നടത്തിയപ്പോ 12 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അയാളെ സസ്പെൻഡ് ചെയ്ത ഈ കേരളത്തിൽ നിലമ്പൂർ ആയിഷയ്ക്കെതിരായി നടത്തുന്ന സൈബർ ആക്രമണത്തിൽ നിങ്ങൾക്കിടെ അണികൾക്കെതിരെ എന്തു നിലപാടെടുത്തു എന്ന് നിലമ്പൂരിൽ കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരില്ലേ? വെടിക്കെട്ടുകാരന്റെ വീട്ടിലെ കുട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുകയാണ്. 15ാമത്തെ വയസ്സിൽ നാദാപുരത്ത് നാടകം അഭിനയിക്കുമ്പോ നെറ്റത്തേറ്റ ഏറിൽ ചോര മൂക്കിലൂടെ താഴത്തോട്ട് വീഴുമ്പോഴും തന്റെ ഭാഗം ഏറ്റവും ഗംഭീരമായി ആ നാടക സദസ്സിൽ അവതരിപ്പിച്ച നിലമ്പൂർ ആയിഷ, മഞ്ചേരിയിൽ എയർഗൺ കൊണ്ട് വെടിയേറ്റപ്പോഴും തളരാതെ നിന്ന് നാടക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നിലമ്പൂർ ആയിഷ. UDF നിങ്ങൾ മനസ്സിലാക്കണം, നിലമ്പൂർ ആയിഷയുടെ സ്ഥാനം നവോത്ഥാന കേരളത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെല്ലാം കരുതുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്. ഈ ഉമ്മാക്കി കൊണ്ടൊന്നും ആരും പേടിക്കില്ല. നാദാപുരത്ത് നിങ്ങളെക്കാൾ വലിയ ശക്തിയുള്ളവർ എറിഞ്ഞ കരിങ്കല്ല് കൊണ്ട് മുറിക്കാൻ പറ്റാത്ത നിലമ്പൂർ ആയിഷയുടെ ഇച്ഛാശക്തിയെ ഒരു കൊഞ്ഞനം കാണിക്കൽ കൊണ്ട് തീർക്കാം എന്നാരെങ്കിലും കരുതിയാൽ അവർക്കുള്ള മറുപടിയായിരിക്കും 19-ാം തീയതി നിലമ്പൂരിലെ മതനിരപേക്ഷ മനസ്സാക്ഷി